ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ കാത്തിരുന്ന പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള രണ്ടാമത്തെ സൈനിങ് അനൗൺസ്മെൻറ്റ്, വരുന്ന സീസണിലേക്ക് വേണ്ടിയുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള രണ്ടാമത്തെ സൈനിങ് അനൗൺസ്മെൻറ്റ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ സോംകുമാറിൻ്റെ സൈനിങ് ആണ് ലാസ്റ്റ് അനൗൺസ് ചെയ്തത്. എങ്ങനെയായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ കുറേ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് അനൗൺസ്മെൻറ്റ് വരാത്തതിനെ തുടർന്ന് തന്നെ പല ടീമുകളും ചറപറ സൈനിങ്ങൾ അനൗൺസ്മെൻറ്റ് നടത്തുന്നുണ്ടെന്ന ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിലോ പല പ്ലേയേഴ്സിൻ്റെ സൈനിങ് ഒക്കെ കൺഫേം ആക്കിയിട്ടുണ്ടെന്നാൽ അനൗൺസ്മെൻറ്റ് കൊണ്ട് വരുന്നില്ല. എങ്ങനെയാലും പലരും നോഹ സദോയുടെ സൈനിങ് ആണ് പ്രതീക്ഷിച്ചിരുന്നതെന്ന് ഇപ്പോൾ വന്നിട്ടുള്ളത് അമ്മാരൊരു ഡിഫൻസിലേക്കുള്ള ഒരു അഡീഷനാണ്. ഒരു മികച്ച ഒരു ഇന്ത്യൻ താരം തന്നെ വരും വർഷങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന മികച്ചൊരു പ്രോസ്പെക്റ്റ് തന്നെയാണ്. അപ്പോൾ താരമാരെന്ന് വെച്ചാൽ 21 വയസ്സുകാരനായ ലിക്മമ്പം രാകേഷ് എന്ന് പറഞ്ഞുള്ള 21 വയസ്സുകാരനായ ഡിഫൻഡറാണ്. താരത്തിൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ മെയിൻ പൊസിഷനായിട്ട് കാണിക്കുന്നത് ലെഫ്റ്റ് ബാക്ക് ആണ്. അതുപോലെ സെൻറ്റർ ബാക്ക്, റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കും. ഡിഫൻസിൽ ഏത് സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അതാണ് താരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയാം. താരത്തെ നെറോക്ക എഫ് സിയിൽ നിന്നാണ് ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ സീസണിൽ നെറോക്ക എഫ് സിക്ക് വേണ്ടി 17ഓളം മത്സരം കളിച്ചിട്ടുണ്ട്. അവരുടെ ഒരു സ്റ്റാർട്ടർ പ്ലെയർ തന്നെയാണ്. അപ്പോൾ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് അതിൽ 7 മത്സരം കളിച്ചിട്ടുണ്ട്. 5 മത്സരം സെൻറ്റർ ബാക്ക് ആയിട്ട് കളിച്ചിട്ടുണ്ട്. 2 മത്സരം റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കുന്നുണ്ട്. താരം സെൻറ്റർ ബാക്കും ലെഫ്റ്റ് ബാക്കാണ് കൂടുതൽ കളിക്കുന്നത്. ലെഫ്റ്റ് ബാക്കാണ് മെയിൻ പൊസിഷൻ കാണിക്കുന്നതെങ്കിലും സെൻറ്റർ ബാക്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം. ലെഫ്റ്റ് ബാക്ക് എന്ന് കണ്ടപ്പോൾ ഇപ്പോൾ കുറേ കമൻസും കാര്യങ്ങളും കണ്ട് നമുക്ക് ലെഫ്റ്റ് ബാക്കിൽ നിലവിൽ തന്നെ ഐബാൻ ദോഹ്ലിംഗ് ഉണ്ട്. അതുപോലെ നോച്ച സിംഗിനെ നമ്മൾ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മുഹമ്മദ് ഷെരീഫ് ലോണിൽ പോയതുണ്ട്. ഹരിത്രദാസ് നമ്മുടെ റിസർവ് ടീം പ്ലെയർ ഉണ്ട്. അപ്പോൾ ഇനി എന്തിന് ലെഫ്റ്റ് ബാക്കിലേക്ക് എന്നുള്ളത്. അപ്പോൾ ഈ താരത്തിന് റൈറ്റ് ബാക്ക് ആയിട്ടും സെൻറ്റർ ബാക്ക് ആയിട്ടൊക്കെ കളിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സെൻറ്റർ ബാക്ക് ആയിട്ടും യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇത് കണ്ടു തന്നെ ആയിരിക്കും ഇപ്പോൾ സൈൻ ചെയ്തിട്ടുണ്ടാവുക. 2027 വരെയൊക്കെയുള്ള ഒരു കോൺട്രാക്റ്റിലാണ് സൈൻ ചെയ്യുന്നത്. പുള്ളി ബാംഗ്ലൂർ എഫ് സിയുടെ യൂത്ത് ടീമിലൂടെ നെറോക്ക എഫ് സിയുടെ തന്നെ അണ്ടർ 60 ടീമിലൂടെയാണ് താരം ഈ കരിയറും കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നത്. പിന്നെ അതിനുശേഷം ബാംഗ്ലൂരുവിൻ്റെ അണ്ടർ 60 ടീമിലേക്ക് പോയി. അങ്ങനെ യൂത്ത് കരിയർ മുഴുവൻ പിന്നെ ബാംഗ്ലൂർ എഫ് സിയോടൊപ്പം ആയിരുന്നു. ബാംഗ്ലൂർ എഫ് സിയുടെ റിസർവ് ടീമിനോടൊപ്പം ഡെവലപ്മെൻറ്റ് ലീഗ് കളിച്ച് അവിടെ നിന്നാണ് പിന്നെ നെറോക്ക എഫ് സിയുടെ താരം വളർന്നു വന്ന നെറോക്ക എഫ് സിയുടെ മെയിൻ ടീമിലേക്ക് ഐ ലീഗിലേക്ക് താരത്തിന് സൈൻ ചെയ്യുന്നത്. നെറോക്ക എഫ് സി സൈൻ ചെയ്യുന്നത്. അവിടെ 42ഓളം മത്സരം ഐ ലീഗിൽ കളിച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു അഡീഷനാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിലേക്ക്. നല്ലൊരു പ്ലെയറാണ്, നല്ലൊരു ടാലൻ്റാണ്. അപ്പോൾ ബാക്കിയെല്ലാം കണ്ടറിയാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ സൈനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.